ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ ആയുസ്സിൽ പുതിയൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം 1 ശമൂവേൽ 25 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാർ 4-ാം അധ്യായം 9-ാം വാക്യം, യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. കേന്യനായ ഹേബറിൻ്റെ ഭാര്യയായിരുന്നു യായേൽ. യായേൽ എന്ന പേരിന് കോലാട് എന്നതാണ് അർത്ഥം. കയീൻ്റെ വംശത്തിലുൾപ്പെട്ട ഗോത്രമായിരുന്നു കേന്യർ. കനാൻ ദേശത്തിൻ്റെ തെക്ക് ഭാഗത്തായിരുന്നു കേന്യർ അധിവസിച്ചിരുന്നത്. മിദ്യാന്യരുമായി ബന്ധപ്പെട്ട ഗോത്രമായിരുന്നു കേന്യരുടേത്. മോശയുടെ അളിയനായ ഹോബാബും കേന്യനായ വ്യക്തിയായിരുന്നു എന്ന് പറയുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കേന്യനായ ഹേബർ വടക്കേ ഇസ്രായേലിൽ കേദേശിനു സമീപം താമസിച്ചിരുന്നു. ഈ ഹേബറിൻ്റെ ഭാര്യയായിരുന്നു യായേൽ. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുവിനെ വകവരുത്തുവാൻ യായേലിന് സാധിച്ചു. എന്തുകൊണ്ടാണ് യായേൽ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇസ്രായേലിനോടുള്ള സ്നേഹമായിരുന്നു കാരണം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതുകൊണ്ട് യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ രാജാവിൻ്റെ സൈന്യബലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സേനാപതിയെക്കുറിച്ചും ഒക്കെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ അവസാനമായിട്ട് അവിടെ പറയുന്നു, ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കി എന്ന് അവിടെ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾക്ക് അതികഠിനമായ പീഡനം അവരിലൂടെ ഏൽക്കേണ്ടി വന്നു. 20 സംവത്സരം അവരെ കഠിനമായി ഞെരുക്കി എന്നാണ് പറയുന്നത്. എന്നാൽ തനിക്കും തൻ്റെ ഗൃഹത്തിനും അതായത് യായേലിൻ്റെ ഗൃഹത്തിനും സമാധാനമായ കാലഘട്ടമായിരുന്നു അത് നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കേന്യനായ ഹേബറിൻ്റെ ഗൃഹവും ഹാസോർ രാജാവായ യാബീനും തമ്മിൽ സമാധാനം ആയിരുന്നുവെന്ന്. എന്നാൽ ഇസ്രായേൽ ജനത അനുഭവിക്കുന്ന ആ ഒരു വലിയ വേദന മനസ്സിലാക്കിയിട്ട് ആണ് യായേൽ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. ആ നാളുകളിൽ താനും തൻ്റെ ഗൃഹവും സമാധാനം അനുഭവിച്ചുവെങ്കിലും ഇസ്രായേലിനോടുള്ള സ്നേഹം അത് യായേലിന് ഏറ്റവും മുന്നിൽ തന്നെ ആയിരുന്നു എന്ന് കാണാം. ഇസ്രായേലിനോടുള്ള സ്നേഹമായിരുന്നു സീസരയെ തോൽപ്പിക്കുവാനായിട്ട് കാരണമായിട്ട് തീർന്നത്. രണ്ടാമതായിട്ട് സീസരയെ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് യായേൽ കരുതി. പൊതുവായ ശത്രു അഥവാ സമൂഹത്തിൻ്റെ ശത്രുവിനെ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് ഇവിടെ യായേൽ കരുതുന്നുണ്ട്. ബാരാക്ക് സീസരയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ, അതായത് 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ബാരാക്കിനോട് യായേൽ പറയുന്നു, വരിക, നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം എന്ന്. തൻ്റെ ഭവനത്തിൽ അഭയം പ്രാപിച്ചെത്തിയ ക്രൂരനായ സീസരയുടെ ഭയപ്പാട് യായേൽ മാറ്റുന്നു. കുടിക്കുവാനായിട്ട് വെള്ളം നൽകുന്നു, വിശ്രമിക്കുവാനായിട്ട് അവസരം ഒരുക്കുന്നു. അതിനെല്ലാം ശേഷമാണ് ആ ശത്രുവിനെ യായേൽ വകവരുത്തുവാനായിട്ട് ഒരുങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ 4-ാം അധ്യായം ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കും എന്ന്. അത് ഇവിടെ നിവൃത്തിയാകുവാനായിട്ട് കാരണമായിട്ട് തീരുന്നു. തൻ്റെ കൂടാരത്തിൽ നിന്നും ഒരു കുറ്റി എടുത്ത് കയ്യിൽ ചുറ്റികയും പിടിച്ചിട്ട് വന്ന് ആ കുറ്റി അദ്ദേഹത്തിൻ്റെ, അതായത് സീസരയുടെ ചെന്നിയിൽ തറപ്പിക്കുന്നു. അങ്ങനെയാണ് സീസര എന്ന ശത്രുവിനെ വകവരുത്തുവാനായിട്ട് യായേൽ ചെയ്യുന്ന കാര്യം. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് സങ്കീർത്തനക്കാരൻ പറയുന്ന ആ കാര്യം നമുക്ക് ഒന്നുകൂടെ ഓർക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ യഹോവ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കും എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കും എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.